നടി അൻസിബ ഹസന്റെ പരാതിക്ക് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ പൊട്ടിത്തെറി. ടിനി ടോം പൊതുമധ്യത്തിൽ വെച്ച് അസഭ്യം പറഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി നടി നീന കുറുപ്പ് അമ്മയ്ക്ക് പരാതി നൽകി. അൻസിബയും നീന കുറുപ്പും ഗൂഢാലോചനയുടെ ഭാഗമായി കളവ് പ്രചരിപ്പിക്കുകയാണെന്ന് അമ്മ എക്സിക്യൂട്ടീവ് അംഗം ലക്ഷ്മിപ്രിയ ആരോപിച്ചു. അൻസിബ ഹസൻ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിലും അൻസിബയെ കേൾക്കാനോ അന്വേഷണത്തിനോ ഇതുവരെ അമ്മ സംഘടന തയ്യാറായിട്ടില്ല. ഇതിനിടയിലാണ് നീന കുറുപ്പ് മെയ് 12 നൽകിയ പരാതിയിലെ വിശദാംശങ്ങൾ പുറത്തു വന്നത്. അമ്മയുടെ കുടുംബസംഗമത്തിനിടെ ടിനി ടോം പൊതുമധ്യത്തിൽ വെച്ച് അശ്ലീലം പറഞ്ഞു എന്ന് പരാതിയിൽ നീന കുറുപ്പ് ചൂണ്ടിക്കാട്ടി. അപമര്യാദയായി പെരുമാറിയ ടിനി ടോമിനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യങ്ങൾ പരാതി നൽകിയതല്ലാതെ അതേക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ പറയാൻ നീന തയ്യാറായിട്ടില്ല. സംഘടന എന്തു തീരുമാനമെടുക്കുമെന്ന് നോക്കട്ടെ എന്ന നിലപാടിലാണ് അവരുള്ളത്. ടിനി ടോമിനെ സംരക്ഷിച്ചും അൻസിബയ്ക്കും നീന കുറുപ്പിനും അമ്മ സെക്രട്ടറി കുക്കു പരമേശ്വരനുമെതിരെയും ലക്ഷ്മിപ്രിയ രംഗത്ത് വന്നു. അൻസിബ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും ജിഹാദി എന്ന് വിളിക്കുകയോ വർഗീയവാദപരമായി ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്നും ലക്ഷ്മിപ്രിയ പറയുന്നു. ജനറൽ ബോഡിയിൽ കൃത്യമായിട്ടും ഞാൻ എന്തിനാണ് അൻസിബയ്ക്ക് കേസ് കൊടുത്തത്, അൻസിബ എന്താണ് എനിക്ക് മെസ്സേജ് അയച്ചത്, എനിക്കിപ്പോൾ മീഡിയയിൽ കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. കൃത്യമായിട്ട് ജനറൽ ബോഡിയിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കും. ഈ പറയുന്ന മത തീവ്രവാദമോ ജിഹാദിയോ മതം മാറ്റമോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ യോഗത്തിൽ ഉൾപ്പെടെ അമ്മ എക്സിക്യൂട്ടീവിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചുവെന്ന് ലക്ഷ്മിപ്രിയ. കമ്മിറ്റിയിൽ ഇല്ലാത്ത മറ്റൊരു ഞങ്ങളുടെ ഒരു അംഗത്തിൻ്റെ അടുത്ത് ഈ കുട്ടിയെ പറ്റി അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഡേ 1, അതായത് ഫസ്റ്റ് ഈസി അൻസിബ ഹസൻ സ്തംഭിപ്പിച്ചിട്ടുണ്ട് അവിടെ. എന്നാൽ അൻസിബയ്ക്കെതിരെ സംഘടനയിലെ തന്നെ ചിലർ അപവാദം പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ലക്ഷ്മിപ്രിയയും സമ്മതിച്ചു. ഞങ്ങളുടെ സെക്രട്ടറി നീന കുറുപ്പ് തുടങ്ങിയ കുറച്ച് പേരാണ് ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ എതിരെയാണ് നടക്കുന്നത്. ഇവർ 2-3 പേര് ഗ്രൂപ്പായിട്ടും ബാക്കിയുള്ളവരൊക്കെ ഇൻഡിവിജ്വൽസുമായിട്ടാണ് കമ്മിറ്റിയിൽ നിലകൊള്ളുന്നത്. അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗവും ജനറൽ ബോഡി യോഗവും വൈകാതെ കൊച്ചിയിൽ ചേരും. ഈ യോഗങ്ങളിൽ പ്രശ്നം ഉന്നയിക്കാനാണ് ഇപ്പോൾ ഇരുപക്ഷത്തുമുള്ള ആളുകളുടെ നീക്കം. എന്നാൽ വിഷയങ്ങളെല്ലാം പൊതുമധ്യത്തിൽ വന്നതോടെ പ്രതിരോധത്തിലാണ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.